ചക്രപാണി ക്ലാസ്സസ് 2.0യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജിത്. ഞാൻ കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റ് IT ആണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി ഡിവൈസുകളാണ്. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലോട്ട് കയറുവാണ്, മെമ്മറി ഡിവൈസസ്. പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് മെമ്മറി ഡിവൈസസ്. ശ്രദ്ധിച്ചിരിക്കണം, ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ഏരിയ ആണ് മെമ്മറി ഡിവൈസസ്. അപ്പം എന്താണ് മെമ്മറി ഡിവൈസസ് അല്ലെങ്കിൽ എന്താണ് മെമ്മറി ഡിവൈസസിന്റെ ഉപയോഗം എന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. മെമ്മറി ഡിവൈസുകൾ എല്ലാം പെർമനന്റ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് വിവരം ശേഖരിക്കാൻ പറ്റുന്നത് അല്ല. നമുക്ക് മെമ്മറി ഡിവൈസ് എന്തെന്ന് ചോദിച്ചാൽ താൽക്കാലികമായോ സ്ഥിരമായോ വിവരം ശേഖരിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം അല്ലെങ്കിൽ ഉപകരണങ്ങൾക്ക് പറയുന്ന പേരാണ് മെമ്മറി ഡിവൈസുകൾ. മാറിപ്പോരുത്. താൽക്കാലികമായോ സ്ഥിരമായോ വിവരം ശേഖരിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരാണ് മെമ്മറി ഡിവൈസുകൾ. അവർ സിലബസിൽ എടുത്തു പറയുന്നുണ്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി ഡിവൈസുകളെ കുറിച്ച്. അപ്പം മെമ്മറി ഡിവൈസ് എന്തെന്ന് ചോദിച്ചാൽ താൽക്കാലികമായോ സ്ഥിരമായോ വിവരം ശേഖരിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരാണ് മെമ്മറി ഡിവൈസുകൾ. ശ്രദ്ധിച്ചിരിക്കണം, മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. മെമ്മറി ഡിവൈസുകളെ നമുക്ക് പ്രധാനമായി രണ്ടായി തിരിക്കാം. നമുക്ക് മെമ്മറി ഡിവൈസുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നിൻ്റെ പേര് പ്രൈമറി മെമ്മറി എന്നാണ്, രണ്ടാമത്തെ പേര് സെക്കൻഡറി മെമ്മറി എന്നാണ്. മാറിപ്പോകരുത്. മെമ്മറി ഡിവൈസുകളെ പ്രധാനമായി രണ്ടായി തിരിക്കാം. ഒന്ന് പ്രൈമറി മെമ്മറി, രണ്ടാമത്തത് സെക്കൻഡറി മെമ്മറി. നമുക്ക് പ്രൈമറി മെമ്മറി ഡിവൈസിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് രണ്ട് ഉപകരണങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ ഉപകരണത്തിന്റെ പേര് റാം എന്നാണ്, രണ്ടാമത്തെ ഉപകരണത്തിന്റെ പേര് റോം എന്നാണ്. മാറിപ്പോരുത്. മെമ്മറി ഡിവൈസുകളെ പ്രധാനമായി രണ്ടായി തിരിക്കാം. ഒന്നാമത്തത് പ്രൈമറി മെമ്മറി ഡിവൈസുകൾ, രണ്ടാമത്തത് സെക്കൻഡറി മെമ്മറി ഡിവൈസുകൾ. പ്രൈമറി മെമ്മറിയുടെ അകത്ത് വരുന്ന എക്സാമ്പിൾ ചോദിച്ചാൽ ഒന്നാമത്തത് റാം ആണ്, രണ്ടാമത്തത് റോം. നമുക്ക് ഈ ഡിവൈസുകൾ എടുത്തു പഠിക്കാനുണ്ട്. മാറിപ്പോരുത്. മെമ്മറി ഡിവൈസുകളെ പ്രധാനമായി രണ്ടായി തിരിക്കാം, പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. പ്രൈമറി മെമ്മറിയിൽ വരുന്ന ഉപകരണങ്ങളാണ് റാം, റോം. സെക്കൻഡറിയിൽ വരുന്ന ഒന്ന് രണ്ട് എക്സാമ്പിൾ തൽക്കാലം നോക്കുക, നമുക്ക് ആവശ്യമുള്ളതൊക്കെ പഠിക്കാനുണ്ട്. സോ എക്സാമ്പിൾ ചോദിച്ചാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, CD, DVD എന്നീ ഉപകരണങ്ങൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളാണ്. മാറിപ്പോരുത്. മെമ്മറി ഡിവൈസുകളെ പ്രധാനമായി രണ്ടായി തിരിക്കാം, പ്രൈമറി സെക്കൻഡറി. പ്രൈമറി ഡിവൈസിന് ഉദാഹരണമാണ് റാം, റോം. സെക്കൻഡറിക്ക് ഉദാഹരണമാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, CD, DVD മുതലായവ. ഒരുപാട് ഉപകരണങ്ങൾ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ആദ്യമായി പ്രൈമറി ഡിവൈസിന്റെ കൂട്ടത്തിലുള്ള റാമിനെ കുറിച്ച് പഠിക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് റാം. പൂർണ്ണ രൂപം സഹിതം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് റാമിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഏതാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പ്രൈമറി ഡിവൈസിനെ കുറിച്ചാണ്. പറഞ്ഞു, പ്രൈമറി ഡിവൈസിന് ഉദാഹരണമാണ് റാം. ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് റാമിന്റെ പൂർണ്ണരൂപം. റാമിന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ റാൻഡം അക്സസ് മെമ്മറി എന്നാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. റാമിന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ റാൻഡം അക്സസ് മെമ്മറി എന്നാണ്. റാമിന്റെ പൂർണ്ണരൂപം റാൻഡം അക്സസ് മെമ്മറി എന്നാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണമാണ് റാം. ചിലപ്പം PSC പ്രൈമറി മെമ്മറി എന്ന് ചോദിക്കുന്നതിന് പകരം മെയിൻ മെമ്മറി എന്ന് ചോദിക്കാറുണ്ട്. പ്രൈമറി മെമ്മറി എന്ന് ചോദിച്ചാലും മെയിൻ മെമ്മറി എന്ന് ചോദിച്ചാലും സെയിം തന്നെയാണ്. അപ്പോൾ പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറിയുടെ ആദ്യത്തെ ഉദാഹരണമാണ് റാം. റാമിന്റെ പൂർണ്ണരൂപം ചോദിക്കുകയാണെങ്കിൽ റാൻഡം അക്സസ് മെമ്മറിയാണ്. ഓക്കെ, നമുക്ക് റാമിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും വേഗതയുള്ള ഒരു മെമ്മറിയാണ്, ഹൈ സ്പീഡ് മെമ്മറിയാണ് റാം. അതുപോലെ തന്നെ ഇതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മൾ റാമിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. മാറിപ്പോകരുത്. റാമിന്റെ പൂർണ്ണരൂപം റാൻഡം അക്സസ് മെമ്മറി എന്നാണ്. റാം ഒരു ഹൈ സ്പീഡ് മെമ്മറിയാണ്, അല്ലെങ്കിൽ ഏറ്റവും വേഗതയുള്ള മെമ്മറി ഏതെന്ന് ചോദിച്ചാൽ റാം എന്നെഴുതുക. റാം ഹൈ സ്പീഡ് മെമ്മറിയാണ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സിസ്റ്റം ഓഫായി കഴിഞ്ഞാൽ റാമിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇപ്പം നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന
വിവരങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ നമുക്കിതിനെ ഒരു പെർമനന്റ് അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള മെമ്മറി എന്ന് കണക്കാക്കാൻ പറ്റില്ല. ഇതൊരു താൽക്കാലിക മെമ്മറി അല്ലെങ്കിൽ ഒരു ടെമ്പററി മെമ്മറി ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതൊരു താൽക്കാലിക മെമ്മറിയാണ്. മാറിപ്പോരുത്. റാമിന്റെ പൂർണ്ണരൂപം റാൻഡം അക്സസ് മെമ്മറി എന്നാണ്. ഏറ്റവും സ്പീഡുള്ള മെമ്മറിയാണ് റാം. ഇതൊരു സ്ഥിരം മെമ്മറിയല്ല, താൽക്കാലിക മെമ്മറിയാണ്. നമുക്ക് PSC അവർ ക്വസ്റ്റ്യനിൽ ഇടുന്ന സമയത്ത് താൽക്കാലിക മെമ്മറി ടെമ്പററി എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് ഉദാഹരണം എഴുതാൻ പറയും. ഏത് തരം മെമ്മറിക്ക്? വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണം എഴുതാനാണ് അവർ ചോദിക്കാറ്. നമ്മൾ സാധാരണ അല്ലെങ്കിൽ താൽക്കാലികമായി സ്റ്റോർ ചെയ്യുന്നതിന് പറയുന്ന പേര് വോളറ്റൈൽ സ്റ്റോറേജുകൾ എന്നാണ്. നമുക്കറിയാം റാം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. PSCയുടെ ക്വസ്റ്റ്യൻ പ്രകാരം വോളറ്റൈൽ മെമ്മറി ഏതെന്ന് ചോദിക്കാറുണ്ട്. വോളറ്റൈൽ മെമ്മറി ഏതെന്ന് ചോദിച്ചാൽ റാം എന്ന് എഴുതണം. മാറിപ്പോരുത്. റാമിന്റെ പൂർണ്ണരൂപം റാൻഡം അക്സസ് മെമ്മറി എന്നാണ്. ഹൈ സ്പീഡ് മെമ്മറിയാണ് റാം. താൽക്കാലികമായി വിവരം ശേഖരിക്കാൻ ഉപയോഗിക്കുന്നത് റാമിനെയാണ്. റാമിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടർ ഓഫ് ആവുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റാമിനെ ഒരു സ്ഥിരം മെമ്മറിയായിട്ട് എടുക്കാൻ പറ്റില്ല. ഒരു താൽക്കാലിക മെമ്മറി അല്ലെങ്കിൽ വോളറ്റൈൽ മെമ്മറിയാണ് നമ്മൾ ഈ പറയുന്ന റാം. റാമിൽ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് ലോഡായിരിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ലോഡാകുന്നതെന്ന് ചോദിച്ചാൽ റാമിലോട്ട് ശേഖരിക്കുന്ന പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ അക്സസ് ചെയ്യാൻ കഴിയുന്നത് റാമിന്റെ യൂസ് ആണ്. ഓക്കെ, മാറിപ്പോരുത്. അപ്പോൾ പ്രൈമറി മെമ്മറിയിൽ ആദ്യത്തെ ഉപകരണമാണ് റാം. ഹൈ സ്പീഡാണ്, താൽക്കാലികമാണ് അല്ലെങ്കിൽ വോളറ്റൈലാണ്. നമുക്കിനി റോം എന്നൊരു ഉപകരണം ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഈ ഉപകരണത്തിൽ റാമും റോമും പ്രൈമറി സ്റ്റോറേജ് അല്ലെങ്കിൽ മെയിൻ സ്റ്റോറേജ് എന്ന് പറയും. അതിൽ താൽക്കാലികം അല്ലെങ്കിൽ വോളറ്റൈൽ ഏതെന്നാണ് ചോദിക്കുന്നത്. 4 ഡിവൈസുകൾ തന്നിട്ട് വോളറ്റൈൽ സ്റ്റോറേജ് ഏതെന്ന് ചോദിച്ചാൽ റാം എന്ന് എഴുതുക. റാമിനെ നമുക്ക് വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. റാമിന്റെ 2 ഡിവിഷൻസ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. റാമിന്റെ 2 ഡിവിഷൻസ് ആണ് SRAM ആൻഡ് DRAM എന്ന് പറയും. മാറിപ്പോരുത്. റാമിന്റെ 2 ഡിവിഷൻസ് ഏതെന്ന് ചോദിച്ചാൽ SRAM-ഉം DRAM-ഉമാണ്. ഇതിന്റെ പൂർണ്ണ രൂപങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. S എന്തെന്ന് ചോദിച്ചാൽ സ്റ്റാറ്റിക് റാൻഡം അക്സസ് മെമ്മറി എന്നാണ്. മാറിപ്പോരുത്. SRAM-ന്റെ പൂർണ്ണരൂപം സ്റ്റാറ്റിക് റാൻഡം അക്സസ് മെമ്മറി എന്നാണ്. DRAM-ന്റെ പൂർണ്ണരൂപം ചോദിക്കുകയാണെങ്കിൽ ഡൈനാമിക് റാൻഡം അക്സസ് മെമ്മറി എന്നാണ്. SRAM-ന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ സ്റ്റാറ്റിക് റാൻഡം അക്സസ് മെമ്മറി എന്നാണ്. DRAM-ന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ ഡൈനാമിക് റാൻഡം അക്സസ് മെമ്മറി എന്നാണ്. രണ്ടും മാറിപ്പോരുത്. റാം എന്ന് പറയുന്നത് താൽക്കാലികമാണ്, വോളറ്റൈൽ സ്റ്റോറേജ് ആണ് റാം. SRAM എന്ന് പറയുന്നതും DRAM എന്ന് പറയുന്നതും റാമിന്റെ 2 ഡിവിഷൻസ് ആണ്. SRAM-ന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ സ്റ്റാറ്റിക് റാൻഡം അക്സസ് മെമ്മറി എന്ന് എഴുതുക. DRAM-ന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ ഡൈനാമിക് റാൻഡം അക്സസ് മെമ്മറി എന്ന് എഴുതുക. നമുക്കിത് കമ്പയർ ചെയ്ത് പറയുവാണെങ്കിൽ SRAM എക്സ്പെൻസീവ് ആണ്, വില കൂടിയ റാമാണ് SRAM. അതുപോലെ തന്നെ ഹൈ സ്പീഡ് ഏതെന്ന് ചോദിച്ചാലും SRAM ആണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതും നമ്മുടെ SRAM ആണ്. എന്തുകൊണ്ടും DRAM-നെക്കാട്ടിലും ബെറ്റർ ഏതെന്ന് ചോദിച്ചാൽ SRAM തന്നെയാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ പറയുവാണ്. നമുക്ക് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ 2018 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കറിയാം റാമിന്റെ 2 ഡിവിഷൻസ് ആണ് SRAM-ഉം DRAM-ഉം. നമ്മോട് ചോദിച്ചത് ഇതിൽ ഏത് റാമാണ് വോളറ്റൈൽ എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം റാമിന്റെ ഒരു പ്രത്യേകത താൽക്കാലികമാണ്. റാമിനെ വിളിക്കുന്ന പേര് വോളറ്റൈൽ മെമ്മറി എന്നാണ്. ഇപ്പൊ നമുക്ക് ബൈ ചാൻസ് അവർ വീണ്ടും ആ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വിചാരിക്കുക. SRAM-ഉം DRAM-ഉം തന്നിട്ട് ഇതിൽ ഏതാണ് വോളറ്റൈൽ അല്ലെങ്കിൽ താൽക്കാലികമായി ഉപയോഗിക്കുന്ന മെമ്മറി എന്ന് ചോദിച്ചാൽ അവിടെ ഒന്നാമത്തെ ഓപ്ഷൻ SRAM എന്നായിരുന്നു, രണ്ടാമത്തെ ഓപ്ഷൻ DRAM എന്നായിരുന്നു, മൂന്നാമത്തെ ഓപ്ഷൻ ബോത്ത് A ആൻഡ് B എന്നായിരുന്നു, D നൺ ഓഫ് ദീസ് എന്നായിരുന്നു. നമുക്കറിയാം റാം എന്ന് പറയുന്നത് വോളറ്റൈൽ ആണ്. ഇവിടെ SRAM എന്ന് പറയുന്നതും DRAM എന്ന് പറയുന്നതും വോളറ്റൈൽ അല്ലെങ്കിൽ താൽക്കാലികം തന്നെയാണ്. 2 ഹൈ സ്പീഡ് തന്നെയാണ്. ഇതിൽ തന്നെ ഏറ്റവും സ്പീഡ് കൂടുതൽ SRAM-നാണെങ്കിലും നമുക്കറിയാം റാം ആണ് ഇത്. ഇതും റാമാണ്, ഇതും റാമാണ്. റാമിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വോളറ്റൈൽ ആണ്. ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെയായിരുന്നു. SRAM-ഉം DRAM-ഉം വോളറ്റൈൽ ആണ്. ക്വസ്റ്റ്യൻ്റെ ആൻസർ ബോത്ത് ആർ വോളറ്റൈൽ എന്നാണ്. പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ പറയുകയാണ്. മെമ്മറികളെ അല്ലെങ്കിൽ മെമ്മറി ഡിവൈസുകളെ നമുക്ക് പ്രധാനമായി രണ്ടായി തിരിക്കാം. ഒന്നാമത്തേത് പ്രൈമറി മെമ്മറി എന്നാണ്.
പ്രൈമറി മെമ്മറിക്ക് പറയുന്ന മറ്റൊരു പേര് മെയിൻ മെമ്മറി എന്നാണ്. അടുത്ത ഒരു ടൈപ്പ് നമുക്ക് ഒരു കാറ്റഗറി വരുന്നുണ്ട്, സെക്കൻഡറി മെമ്മറി. നമ്മൾ പ്രൈമറി മെമ്മറിയിൽ പ്രധാനമായി രണ്ട് ഉപകരണങ്ങളാണ് പഠിക്കുന്നത്. ഒന്നാമത്തേത് റാം, രണ്ടാമത്തേത് റോം വരുന്നുണ്ട്. റാമിന്റെ പൂർണ്ണരൂപം റാൻഡം അക്സസ് മെമ്മറി എന്നാണ്. ഏറ്റവും സ്പീഡ് കൂടുതൽ, വേഗത കൂടിയത് റാമിനാണ്. നമ്മുടെ സിസ്റ്റം ഓഫായാൽ റാമിലുള്ള വിവരങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ റാം ഒരു ടെമ്പററി സ്റ്റോറേജ് ആണ്, താൽക്കാലികം മാത്രമാണ്. അതിനെ വിളിക്കുന്ന പേര് വോളറ്റൈൽ മെമ്മറി എന്നാണ്. നമുക്ക് റാമിനെ തന്നെ വീണ്ടും രണ്ടായി തിരിക്കാം, എസ് റാം എന്നും ഡി റാം എന്നും. എസ് റാമിന്റെ പൂർണ്ണരൂപം സ്റ്റാറ്റിക് റാൻഡം അക്സസ് മെമ്മറി എന്നാണ്. ഡി റാമിന്റെ പൂർണ്ണരൂപം ഡൈനാമിക് റാൻഡം അക്സസ് മെമ്മറി എന്നാണ്. എസ് റാം ആണോ ഡി റാം ആണോ വോളറ്റൈൽ അല്ലെങ്കിൽ താൽക്കാലികം എന്ന് ചോദിച്ചാൽ എസ് റാമും ഡി റാമും രണ്ടും വോളറ്റൈൽ അല്ലെങ്കിൽ താൽക്കാലികം എന്ന് എഴുതണം. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് റാമിന്റെ പൂർണ്ണരൂപവും അതുപോലെ റാമിന്റെ രണ്ട് ഡിവിഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിച്ചു വെക്കുക. പ്രൈമറി അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിലെ അടുത്ത ഉപകരണമാണ് റോം. നമുക്കിനി റോമിലോട്ട് കയറാം. റാമിന്റെ പൂർണ്ണരൂപം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റോമിന്റെ പൂർണ്ണരൂപവും. റോമിന്റെ പൂർണ്ണരൂപം ചോദിക്കുകയാണെങ്കിൽ റീഡ് ഒൺലി മെമ്മറി എന്ന് എഴുതുക. റോമിന്റെ പൂർണ്ണരൂപം റീഡ് ഒൺലി മെമ്മറി എന്നാണ്. നമ്മുടെ റോം അല്ലെങ്കിൽ റീഡ് ഒൺലി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന വിവരങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടർ ഓഫായാലും നഷ്ടപ്പെട്ടു പോകാറില്ല. മാറിപ്പോരുത്. റാമിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടർ ഓഫാവുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ റോമിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടർ ഓഫായാലും നഷ്ടപ്പെട്ടു പോകാറില്ല. ഇപ്പോൾ ഒരു വിവരം നഷ്ടപ്പെട്ടു പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ സ്ഥിരം ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരം മെമ്മറി ആയിട്ട് കണക്കാക്കാം. നമ്മുടെ റോമിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടർ ഓഫായാലും നഷ്ടപ്പെട്ടു പോകാറില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പെർമനന്റ് സ്റ്റോറേജ് ആണ്. സ്ഥിരമായി നമ്മൾ വിവരം ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ്. നമ്മൾ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്നതിനാണെങ്കിൽ നമ്മൾ വോളറ്റൈൽ മെമ്മറികൾ എന്ന് പറയാറുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് അവർ ചോദിക്കുന്നത് എക്സാമ്പിൾ ഓഫ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയും. മാറിപ്പോരുത്. റാം എന്ന് പറയുന്നത് താൽക്കാലികമാണ്, അതിനെ പറയുന്ന വോളറ്റൈൽ എന്നാണെങ്കിൽ റോം എന്ന് പറയുന്നത് സ്ഥിരമാണ്, അതിനെ പറയുന്ന പേര് നോൺ വോളറ്റൈൽ മെമ്മറി എന്നാണ്. അപ്പോൾ പ്രൈമറി മെമ്മറിയുടെ കൂട്ടത്തിൽ വരുന്ന നോൺ വോളറ്റൈൽ, ഈ ടേം മാറിപ്പോരുത്, നോൺ വോളറ്റൈൽ മെമ്മറി ഏതെന്ന് ചോദിച്ചാൽ അത് റോം എന്ന് എഴുതണം. മാറിപ്പോരുത്. നമ്മുടെ പ്രൈമറി മെമ്മറി വരുന്ന പ്രധാനപ്പെട്ട രണ്ടെണ്ണം റാമും റോമുമാണ്. റാം വോളറ്റൈൽ മെമ്മറിയാണ്, എന്നാൽ റോം നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. കമ്പ്യൂട്ടർ ഓഫായാലും റോമിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ നഷ്ടപ്പെട്ടു പോകാറില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ഥിരം അല്ലെങ്കിൽ പെർമനന്റ് മെമ്മറിയാണ്. അതിനെ വിളിക്കുന്ന പേര് നോൺ വോളറ്റൈൽ മെമ്മറി എന്നാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കുക, ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റോമിന്റെ പൂർണ്ണരൂപം റീഡ് ഒൺലി മെമ്മറി എന്നാണ്. സ്ഥിരമായി നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന പ്രൈമറി മെമ്മറിയുടെ കൂട്ടത്തിൽ വരുന്ന മെമ്മറിയാണ് റോം. റോം ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. നമുക്ക് ചോദിക്കാറുണ്ട് കമ്പ്യൂട്ടർ ഓൺ ആയിട്ട് അത് പ്രവർത്തന സജ്ജമായി വരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണെന്ന് ചോദിക്കാറുണ്ട്. കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് അത് പ്രവർത്തന സജ്ജമായി വരുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ബൂട്ടിംഗ് എന്നാണ്. മാറിപ്പോലെ എന്താണ് ബൂട്ടിംഗ് എന്ന് ചോദിക്കാറുണ്ട്. കമ്പ്യൂട്ടർ ഓണായിട്ട് അത് പ്രവർത്തന സജ്ജമായി വരുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ബൂട്ടിംഗ് എന്ന് പറയും. ഈ ബൂട്ടിംഗ് സമയത്ത് ഒരു പ്രോഗ്രാം പെട്ടെന്ന് പ്രവർത്തന സജ്ജമാകും. മാറിപ്പോരുത്. നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പം അത് പ്രവർത്തന സജ്ജമായി വരുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ബൂട്ടിംഗ്. ഈ ബൂട്ടിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓണായി വരുന്ന ആ പ്രവർത്തന സജ്ജമായി വരുന്ന ആ സമയത്ത് ഒരു പ്രോഗ്രാം പെട്ടെന്ന് ആക്ടിവേറ്റ് ആവും അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമാവും. ആ പ്രോഗ്രാമിന് പറയുന്ന പേരാണ് ബയോസ് എന്ന് പറയും. ഇതൊരു ബൂട്ടപ്പ് പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ബൂട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാം, കമ്പ്യൂട്ടറിനെ ഓൺ ചെയ്യാൻ
ഓൺ ചെയ്തിട്ട് പ്രവർത്തന സജ്ജമാകാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ് ബൂട്ടപ്പ് പ്രോഗ്രാമായിട്ടുള്ള ബയോസ്. മാറിപ്പോരുത്. കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് അത് പ്രവർത്തന സജ്ജമായി വരുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ബൂട്ടിംഗ് എന്നാണ്. ഈ ബൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ആദ്യമായി പ്രവർത്തന സജ്ജമാകുന്ന ഒരു ബൂട്ട് പ്രോഗ്രാം ഉണ്ട്. ഈ ബൂട്ടിംഗ് പ്രോഗ്രാം എന്ന് പറയുന്ന പേരാണ് ബയോസ്. ഒരു തവണ ബയോസിന്റെ പൂർണ്ണ രൂപം ചോദിച്ചിട്ടുണ്ട്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് എഴുതണം. ബയോസിന്റെ പൂർണ്ണ രൂപം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ്. മാറിപ്പോരുത്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് നമ്മൾ അടുത്ത പോയിന്റിലോട്ട് വരുവാണ്. നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ആയിട്ട് അത് പ്രവർത്തന സജ്ജമായി വരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ബൂട്ടിംഗ് എന്നാണ്. ബൂട്ടിംഗ് സമയത്ത് ആക്ടിവേറ്റ് അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമാകുന്ന ബൂട്ടപ്പ് പ്രോഗ്രാമാണ് ബയോസ്. ബയോസിന്റെ പൂർണ്ണരൂപം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ്. ഈ ബയോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഏത് മെമ്മറിയിലാണ് കാണുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഈ ബൂട്ടപ്പ് പ്രോഗ്രാം ആയിട്ടുള്ള ബയോസിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ കയ്യിൽ വെച്ചിരിക്കുന്നത് ഏത് മെമ്മറി എന്ന് ചോദിച്ചാൽ റോം ആണ്. അപ്പം മാറിപ്പോരുത്. ബൂട്ടപ്പ് പ്രോഗ്രാം ആയിട്ടുള്ള ബയോസ് ഏതു മെമ്മറിയുമായി ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഈ ബയോസ് ഏത് മെമ്മറിയിലെന്ന് ചോദിച്ചാൽ റോം എന്ന് എഴുതും. റാം എന്ന് ഓപ്ഷൻ വരും, എഴുതരുത്. ഈ ബയോസ് എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മുടെ റോമുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം എന്ന് അറിഞ്ഞിരിക്കുക. മാറിപ്പോരുത്. റോമിന്റെ പൂർണ്ണരൂപം റീഡ് ഒൺലി മെമ്മറി എന്നാണ്. സ്ഥിരമായി നമുക്ക് വിവരങ്ങൾ ശേഖരിച്ചു വെക്കാൻ പറ്റുന്ന മെമ്മറിയാണ് റോം. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേര് നോൺ വോളറ്റൈൽ എന്നാണ്. നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ആവുമ്പോൾ പ്രവർത്തന സജ്ജമായി വരുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ബൂട്ടിംഗ് എന്നാണ്. ബൂട്ടിംഗ് സമയത്ത് ആദ്യമായി പ്രവർത്തന സജ്ജമാകുന്ന പ്രോഗ്രാമിന് പറയുന്ന പേര് ബയോസ് എന്നാണ്. ഈ ബയോസിന്റെ പൂർണ്ണരൂപം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ്. ബയോസ് പ്രോഗ്രാം ഏത് മെമ്മറിയിലാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ റോം എന്ന് എഴുതുക. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൈമറി മെമ്മറിയിലെ രണ്ട് ഡിവൈസുകൾ പറഞ്ഞു, റാമും റോമും. ഇതിൽ താൽക്കാലികം അല്ലെങ്കിൽ വോളറ്റൈൽ ഏതെന്ന് ചോദിച്ചാൽ റാം എന്ന് എഴുതുക. സ്ഥിരം അല്ലെങ്കിൽ നോൺ വോളറ്റൈൽ ഏതെന്ന് ചോദിച്ചാൽ റോം എന്ന് എഴുതുക. നമുക്ക് റോം ചിപ്പുകളിൽ ശേഖരിക്കുന്ന പ്രോഗ്രാമുകൾക്കൊരു പേര് പറയാറുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. മാറിപ്പോരുത്. റോമിൽ ശേഖരിക്കുന്ന പ്രോഗ്രാമുകൾക്ക് കോമൺലി ഒരു പേര് പറയാറുണ്ട്. റോമിൽ ശേഖരിക്കുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേര് ഫേംവെയർ എന്നാണ്. റോം ചിപ്പുകളിൽ ശേഖരിക്കുന്ന പ്രോഗ്രാമുകളെ വിളിക്കുന്ന പേര് ഫേംവെയർ എന്നാണ്. റോം ചിപ്പിൽ ശേഖരിക്കുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേര് ഫേംവെയർ എന്നാണ്. ഇപ്പോൾ റോമിൽ ശേഖരിക്കുന്ന പ്രോഗ്രാം സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ഫേംവെയർ എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷന് കാണും. മാറിപ്പോരുത്. റോമിൽ ശേഖരിക്കുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേര് ഫേംവെയർ എന്നാണ്. നമ്മൾ റാമിനെ രണ്ടായി തിരിച്ചു, ഡി റാം ആൻഡ് എസ് റാം. രണ്ടിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. ഇവിടെ നമുക്ക് റോമിന് 4 ഡിവിഷൻസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് കയറി കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. ഇവിടെ ചോദിക്കുന്നത് പൂർണ്ണ രൂപങ്ങൾ തന്നെയാണ്. റാമിൻ്റെ 4 വിഭാഗങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന്റെ അബ്രിവേഷൻസ് ഒരുപാട് തവണ അല്ലെങ്കിൽ പൂർണ്ണ രൂപങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. റോമിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 4 കാറ്റഗറി റോംസ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ നമുക്ക് കൂടുതലും ചോദിക്കുന്നത് പൂർണ്ണ രൂപങ്ങൾ തന്നെയാണ്. ആദ്യത്തെ റോമാണ് എം റോം എന്ന് പറയും. ഇതിന്റെ പൂർണ്ണ രൂപം മാത്രം പഠിച്ചു വെക്കുക. പൂർണ്ണരൂപം മാസ്ക്ഡ് റീഡ് ഒൺലി മെമ്മറി എന്നാണ്. മാസ്ക്ഡ് റീഡ് ഒൺലി മെമ്മറി എന്നാണ് എം റോമിന്റെ പൂർണ്ണരൂപം. ഇപ്പൊ മാറിപ്പോരുത്. റാം 2 ഉണ്ട്, എന്നാൽ റോം 4 ആണ്. ആദ്യത്തെ റോമാണ് എം റോം. മാസ്ക്ഡ് റീഡ് ഒൺലി മെമ്മറി എന്നാണ്. ഇൻസ്ട്രക്ഷൻസ് ആണ് സാധാരണ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാറ്. നമുക്കതൊന്നും വേണ്ട. റോമിന്റെ പൂർണ്ണ രൂപം മാത്രം പഠിച്ചു വെക്കുക. മാസ്ക്ഡ് റീഡ് ഒൺലി മെമ്മറി. രണ്ടാമത്തെ റോമാണ് പി റോം അല്ലെങ്കിൽ പ്രോം എന്ന് പഠിക്കുക. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചതും ഇത് തന്നെയാണ്. പ്രോഗ്രാമിംഗ് എന്നൊക്കെ ഓപ്ഷനിൽ ഫസ്റ്റ് ലെറ്റർ ഇട്ടേക്കും. മാറിപ്പോരുത്. പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്നാണ് പൂർണ്ണരൂപം. മാറിപ്പോരുത്. പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. എംറോമിന്റെ പൂർണ്ണരൂപം മാസ്ക്ഡ് റീഡ് ഒൺലി മെമ്മറി എന്നാണ്. പ്രോമിന്റെ പൂർണ്ണരൂപം പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്നാണ്. അടുത്ത ഡിവിഷനാണ് ഇ പ്രോം എന്ന് പറയും. ഇ പ്രോമും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇ പ്രോമിന്റെ പൂർണ്ണരൂപം എറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്നാണ്. എറൈസബിൾ
പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇതിൻ്റെ പ്രത്യേകത, നമുക്ക് അൾട്രാവയലറ്റ് ഉപയോഗിച്ച് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എടുത്തു കളഞ്ഞിട്ട് വീണ്ടും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്നാണ് EEPROM-ന്റെ പൂർണ്ണരൂപം. നാലാമത്തേത് EEPROM ആണ്. EEPROM-ഉം ഒരുപാട് തവണ പൂർണ്ണരൂപം ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കലി എറേസബിൾ എന്നെഴുതണം, ഇലക്ട്രോണിക് എന്നൊക്കെ ആയിരിക്കും ഓപ്ഷൻ. ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്നാണ് പൂർണ്ണരൂപം. ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇതാണ് റോമിൻ്റെ 4 ഡിവിഷൻസ്. എംറോമിൻ്റെ പൂർണ്ണരൂപം മാസ്ക്ഡ് റീഡ് ഒൺലി മെമ്മറി എന്നാണ്. പ്രോമിൻ്റെ പൂർണ്ണരൂപം പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്നാണ്. EEPROM-ന്റെ പൂർണ്ണരൂപം എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്നാണ്. EEPROM-ന്റെ പൂർണ്ണരൂപം ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്നാണ്. 4 പൂർണ്ണരൂപങ്ങളും പഠിച്ചു വെക്കുക. അപ്പം നമ്മുടെ പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി വരുന്ന പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ് റാമും റോമും. റാം താൽക്കാലികം, റോം സ്ഥിരം. റാം വോളറ്റൈൽ മെമ്മറി, റോം നോൺ വോളറ്റൈൽ മെമ്മറി. റാമിൻ്റെ ഡിവിഷൻസ് SRAM-ഉം DRAM-ഉം. നമ്മുടെ റോമിൻ്റെ ഡിവിഷൻസ് എംറോം, പ്രോം, EEPROM, EEPROM. ഇതാണ് നമുക്ക് മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി പഠിക്കേണ്ട ഡിവൈസുകൾ. മാറിപ്പോരുത്, ഒരുപാട് തവണ ചോദിച്ചതാണ്. ഈ റോമിൻ്റെ 4 ഡിവിഷൻസ് ഇതാണ്. പിന്നെ നമുക്ക് ഇതുമായി മെമ്മറിയുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, കമ്പ്യൂട്ടർ മെമ്മറി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതെന്ന് ചോദിക്കാറുണ്ട്. കമ്പ്യൂട്ടർ മെമ്മറി അളക്കുന്ന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ബൈറ്റ് എന്നെഴുതുക. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, മാറിപ്പോരുത്. നമുക്ക് സെക്കൻഡറി മെമ്മറിയെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയുടെ യൂണിറ്റിനെ കുറിച്ച് നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറി മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ അളക്കുന്ന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ, കമ്പ്യൂട്ടർ മെമ്മറി അളക്കുന്ന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ബൈറ്റ് എന്നെഴുതുക. കമ്പ്യൂട്ടർ മെമ്മറി മെഷേർഡ് ബൈ ഏതെന്ന് ചോദിച്ചാൽ ബൈറ്റ് എന്നെഴുതുക. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി അളക്കുന്ന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ബൈറ്റ് എന്നെഴുതുക. എന്നാൽ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് എന്നും ചോദിക്കാറുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി അളക്കുന്ന യൂണിറ്റ് ബൈറ്റിലാണെങ്കിൽ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ബിറ്റ് എന്ന് എഴുതാളൂ. ബൈറ്റ് ഓപ്ഷനിൽ കാണും, എടുക്കരുത്. മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ബിറ്റ്. അപ്പം കമ്പ്യൂട്ടർ മെമ്മറി അളക്കുന്നത് നമ്മുടെ ബൈറ്റിലാണ്. എന്നാൽ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ബിറ്റ് എന്നെഴുതുക. രണ്ടും കൂടെ തിരിയരുത്. നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറി മെഷർ ചെയ്യുന്നത് ബൈറ്റ്സിലാണ്. എന്നാൽ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ബിറ്റ്. 2014 സെയ്സ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. 4 ബിറ്റുകൾ ചേരുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് എന്തെന്നാണ് ചോദിച്ചത്. 4 ബിറ്റുകൾ ചേരുമ്പോൾ അതിനെ ചേർത്ത് പറയുന്ന പേര് 1 നിബിൾ എന്നാണ്. മാറിപ്പോലെ 4 ബിറ്റുകൾ ചേരുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് 1 നിബിൾ എന്നാണ്. എന്നാൽ 8 ബിറ്റുകളെ ചേർത്ത് പറയുന്ന പേരാണ് 1 ബൈറ്റ്. ഓക്കെ, മാറിപ്പോരുത്. 4 ബിറ്റുകൾ ചേരുമ്പോൾ 1 നിബിൾ, 8 ബിറ്റുകൾ ചേരുമ്പോൾ അതിന് പറയുന്ന പേര് 1 ബൈറ്റ്സ് എന്നാണ്. മാറിപ്പോല്ല. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറി അളക്കുന്നത് ബൈറ്റ്സിലാണ്. അതുപോലെ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ബിറ്റ്. 4 ബിറ്റുകൾ ചേരുമ്പോൾ ഒരു നിബിൾ എന്ന് പറയും. 8 ബിറ്റുകൾ ചേരുന്നതിന് ഒരു ബൈറ്റ്സ് എന്ന് പറയാറുണ്ട്. നമുക്കൊരു 4-5 യൂണിറ്റ് ഇവിടെ പഠിക്കാനുണ്ട്. നമുക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 1024 MB-ക്ക് പറയുന്ന പേരെന്താണ്, 1024 KB-ക്ക് പറയുന്ന പേരെന്താണ്, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഒരു 8 യൂണിറ്റ് അങ്ങ് കാണാതെ പഠിച്ചു വെക്കുക. 1024 ബൈറ്റ്സിന് പറയുന്ന പേര് 1 കിലോ ബൈറ്റ് എന്നാണ്. മാറിപ്പോരുത്. 1024 ബൈറ്റ്സുകളെ ചേർത്ത് പറയുന്ന പേര് 1 കിലോ ബൈറ്റ് അല്ലെങ്കിൽ 1 KB എന്നാണ്. KB എന്നായിരിക്കും ഓപ്ഷനിൽ തരിക. അപ്പം മാറിപ്പോരുത്. 1024 ബൈറ്റ്സുകൾക്ക് പറയുന്ന പേര് 1 കിലോ ബൈറ്റ് അല്ലെങ്കിൽ 1 KB എന്നാണ്. ഇനി ഇത് നമുക്ക് ഇങ്ങോട്ട് വരണം. 1024 കിലോ ബൈറ്റ്സിന് പറയുന്ന പേര് 1 മെഗാ ബൈറ്റ് എന്നാണ്. മാറിപ്പോരുത്. MB എന്ന് പറയും.
1024 ബൈറ്റ്സിന് പറയുന്ന പേര് 1 കിലോ ബൈറ്റ് അല്ലെങ്കിൽ 1 KB എന്നാണ്. 1024 കിലോ ബൈറ്റിന് പറയുന്ന പേര് 1 മെഗാബൈറ്റ് അല്ലെങ്കിൽ 1 MB എന്നാണ്. 1024 മെഗാബൈറ്റിന് പറയുന്ന പേര് 1 ജിഗാബൈറ്റ് എന്നാണ്. GB എന്ന് വരും. 1024 ബൈറ്റ്സ് 1 കിലോ ബൈറ്റ്, 1024 കിലോ ബൈറ്റ് 1 മെഗാബൈറ്റ്, 1024 മെഗാബൈറ്റ് 1 ജിഗാബൈറ്റ്. 1024 ജിഗാബൈറ്റിന് പറയുന്ന പേര് 1 ടെറാബൈറ്റ് എന്നാണ്. അതായത് 1 TB എന്ന് പറയും. അപ്പം ഇതിലാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറ്. 2 ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരാറ്. ചോദിക്കുന്നത് ഒന്നുകിൽ 1024 ബൈറ്റിന് പറയുന്ന പേര് 1 ഡാഷ് എന്നിട്ടേക്കും ഇപ്പം കിലോ ബൈറ്റ്, അങ്ങനെ നമുക്കിത് 4 ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ 4 യൂണിറ്റും തന്നിട്ട് ഇതിൽ വലുതിന്ന് ചെറുതിലോട്ടോ ചെറുതിന്ന് വലുതിലോട്ടോ എഴുതാൻ പറയും. ഇതിൽ നമുക്കറിയാം ചെറുത് കിലോ ബൈറ്റ്, കുറച്ചും കൂടെ വലുത് മെഗാബൈറ്റ്, കുറച്ചും കൂടെ വലുത് ജിഗാബൈറ്റ്, ഇവിടെ ഏറ്റവും വലുത് ടെറാബൈറ്റ്. പക്ഷെ PSC പരീക്ഷകളിൽ ഒരു 4 യൂണിറ്റും കൂടെ ചേർത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ 4 യൂണിറ്റുകൾ കൂടി പഠിച്ചു വെക്കുക. നമുക്ക് 1 ടെറാബൈറ്റ് വരെ നമ്മൾ പഠിച്ചു. 1024 ജിഗാബൈറ്റിന് പറയുന്ന പേര് 1 ടെറാബൈറ്റ് എന്നാണ്. എന്നാൽ 1024 ടെറാബൈറ്റിന് വിളിക്കുന്ന ഒരു പേരുണ്ട്. 1024 ടെറാബൈറ്റിന് പറയുന്ന പേര് 1 പെറ്റാബൈറ്റ് എന്നാണ്. 1024 ടെറാബൈറ്റിന് പറയുന്ന പേര് 1 പെറ്റാബൈറ്റ് എന്നാണ്. 1024 പെറ്റാബൈറ്റ് അല്ലെങ്കിൽ PVക്ക് പറയുന്ന പേര് 1 എക്സാബൈറ്റ് എന്നാണ്. EB എന്ന് പറയും. 1024 EBക്ക് ഒരു പേര് പറയും. 1024 എക്സാബൈറ്റ് അല്ലെങ്കിൽ EBക്ക് പറയുന്ന പേര് 1 സീറ്റാബൈറ്റ് എന്നാണ്. ZB എന്ന് പറയും. ഒരു യൂണിറ്റ് കൂടെ പഠിക്കുക. 1024 സീറ്റാബൈറ്റ് അല്ലെങ്കിൽ 1024 ZBക്ക് പറയുന്ന പേര് 1 യോട്ടാബൈറ്റ് എന്നാണ്. യോട്ട YB എന്ന് പറയും. ഇത്രയും യൂണിറ്റ്സ് ആണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. ഈ ബോക്സിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മാറിപ്പോരുത്, പഠിച്ചു വെച്ചോളാം. 4 ബിറ്റുകളെ പറയുന്ന പേര് 1 നിബിൾ എന്നാണ്. 8 ബിറ്റുകളെ പറയുന്ന പേര് 1 ബൈറ്റ്സ് എന്നാണ്. 1024 ബൈറ്റ്സുകളെ ചേർത്ത് പറയുന്ന പേര് 1 കിലോ ബൈറ്റ് എന്നാണ്. 1024 കിലോ ബൈറ്റിന് പറയുന്ന പേര് 1 മെഗാബൈറ്റ് എന്നാണ്. 1024 മെഗാബൈറ്റിന് പറയുന്ന പേര് 1 ജിഗാബൈറ്റ് എന്നാണ്. 1024 ജിഗാബൈറ്റിന് പറയുന്ന പേര് 1 ടെറാബൈറ്റ് എന്നാണ്. അല്ലാതെ നോക്കിക്കൊണ്ടിരിക്കാതെ ഇത് നോട്ട് ചെയ്യുക. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചെടുത്തോണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 1024 ടെറാബൈറ്റിന് പറയുന്ന പേര് 1 പെറ്റാബൈറ്റ് എന്നാണ്. 1024 പെറ്റാബൈറ്റിന് പറയുന്ന പേര് 1 എക്സാബൈറ്റ് എന്നാണ്. 1024 എക്സാബൈറ്റിന് പറയുന്ന പേര് 1 സീറ്റാബൈറ്റ് എന്നാണ്. 1024 സീറ്റാബൈറ്റിന് പറയുന്ന പേര് 1 യോട്ടാബൈറ്റ് എന്നാണ്. ഈ 8 യൂണിറ്റും പഠിക്കുക. ഇതിൽ ഏറ്റവും വലുത് നമ്മൾ പഠിച്ചതിൽ യോട്ടാബൈറ്റ് ആണ്. എങ്ങനെ വേണോ ക്വസ്റ്റ്യൻ വരാം, ചെറുതിന്ന് വലുതിലോട്ടും വലുതിന്ന് ചെറുതിലോട്ടും കറക്റ്റ് ഓർഡറായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറി മെഷർ ചെയ്യുന്നത് ബൈറ്റ്സിലാണ്. എന്നാൽ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ബിറ്റ്. 4 ബിറ്റുകൾ ചേരുമ്പോൾ ഒരു നിബിൾ, 8 ബിറ്റുകൾ ചേരുമ്പോൾ ഒരു ബൈറ്റ്സ്, 1024 ബൈറ്റ്സുകൾ ചേരുമ്പോൾ ഒരു കിലോ ബൈറ്റ്. 1024 കിലോ ബൈറ്റുകൾക്ക് പറയുന്ന പേര് 1 മെഗാബൈറ്റ് എന്നാണ്. 1024 മെഗാബൈറ്റുകൾക്ക് പറയുന്ന പേര് 1 ജിഗാബൈറ്റ്സ് എന്നാണ്. 1024 ജിഗാബൈറ്റുകൾക്ക് പറയുന്ന പേര് 1 ടെറാബൈറ്റ് എന്നാണ്. 1024 ടെറാബൈറ്റിന് പറയുന്ന പേര് 1 പെറ്റാബൈറ്റ് എന്നാണ്. 1024 എക്സാബൈറ്റിന് പറയുന്ന പേര് 1024 പെറ്റാബൈറ്റിന് പറയുന്ന പേര് 1 എക്സാബൈറ്റ് എന്നാണ്. 1024 എക്സാബൈറ്റിന് പറയുന്ന പേര് 1 സീറ്റാബൈറ്റ് എന്നാണ്. 1024 സീറ്റാബൈറ്റിന് പറയുന്ന പേര് 1 യോട്ടാബൈറ്റ് എന്നാണ്. ഇങ്ങനെയാ എൻ്റെ ചെറുതിൻ്റെ വലുതിലോട്ട് KB, MB, GB, TB, PB, EB, ZB and then is YB. ഇതാണ് ചെറുതിന്ന് വലുതിലോട്ടുള്ള ക്രമം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക.
നമ്മുടെ പ്രൈമറി മെമ്മറിയുടെ കാര്യം പ്രധാനപ്പെട്ടത് ഇത്രയുമാണ്. നമുക്ക് റാം, റോം എന്തെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇന്ന് തന്നെ പഠിച്ചു തീർത്തോളാം. നമുക്ക് ഇനി പഠിക്കേണ്ടത് ഇവിടെ സെക്കൻഡറി മെമ്മറികളെ കുറിച്ചാണ്. നമുക്കിപ്പം തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുവാണ്. അടുത്ത ക്ലാസ്സിൽ സെക്കൻഡറി മെമ്മറിയെ കുറിച്ച് പഠിക്കുക. ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നന്നായിട്ട് പഠിക്കുക.